പി ജയരാജനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരിക്കുന്നത് എനിക്ക് പി ജയരാജനെ കുറിച്ചൊരു വിലയിരുത്തലുള്ളത് വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ശ്രീ പി ജയരാജൻ. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഔട്ട്സ്പോക്കൺ തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളുമാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്, കുറച്ച് ശത്രുക്കളും ഉണ്ട്. പി ജയരാജൻ എഴുതിയൊരു പുസ്തകം അത് ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല. പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. DC ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ജയരാജൻ പറയാത്ത ഒരു കാര്യവും അവരത് ചേർക്കും എന്നെനിക്ക് വിശ്വാസവും ഇല്ല. കാരണം DC ബുക്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കിഴക്കേമുറി സാറ് മുതൽ ഇങ്ങോട്ട് DC രവി വരെയുള്ള ആളുകൾ ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു അന്തസ്സുറ്റ നടപടി നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് പി ജയരാജൻ പറഞ്ഞത് തന്നെ. പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കും. അത് പാർട്ടിയുടെ സമ്മർദ്ദം. ഇപ്പം മാത്രമല്ലല്ലോ ശ്രീ പി ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഇതുപോലുള്ള സന്ദർഭം വന്നപ്പോഴൊക്കെ ശ്രീ ജയരാജൻ നിഷേധിച്ചു. എന്താ കാരണം? ആത്യന്തികമായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം. പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും. അതിനെതിരായിട്ട് അദ്ദേഹത്തിന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പറഞ്ഞത് കൊണ്ട് നിഷേധക്കുറിപ്പ് വന്നു. എന്നാൽ ഈ പുസ്തകത്തിനകത്തെ സത്യം സത്യമായി നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പുസ്തകം അക്കാര്യത്തിൽ തന്നെ പുറത്തിറങ്ങുമെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയും ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അല്ല, DC ബുക്സിന് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്താലോ പുസ്തകം ഇറക്കാതിരിക്കാൻ പറ്റുമോ? എഗ്രിമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. DC ഒരു പബ്ലിക്കേഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് അവർക്കതിൻ്റെ മാനുസ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം ഇറങ്ങുന്നില്ലാതെ മറ്റു മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇറങ്ങാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ചിന്ത പോലുമില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ലാഗ് ചെയ്ത് പോകുകയോ ചെയ്യാൻ പറ്റിയേക്കാം. അതും സാധ്യത വളരെ വിരളമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എഴുതി കൊടുത്തതുപോലെ തന്നെ പുറത്ത് വരുമോ അതോ അതിനകത്ത് എഡിറ്റിംഗ് വരുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ പ്രസിദ്ധീകരിക്കണം, ജനങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താണ് എന്നുള്ളത് അറിയണം. അദ്ദേഹം മാത്രമല്ല, CPM-നകത്തുനിന്ന് ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്ത് വരുന്നുണ്ടല്ലോ. ഇതുവരെ നമ്മൾ കേൾക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടല്ലോ. എല്ലാ കാലത്തും ഇതൊന്നും ഒരു ഇരുമ്പ് മറയ്ക്ക് ഉള്ളിൽ ഒതുക്കി വെക്കാൻ കഴിയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു കാലമാണ്. അത് ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് അഭിപ്രായങ്ങളെ ഇത് തടഞ്ഞു വെച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതാനും കഴിയില്ല. ഞാൻ ശ്രീ പി ജയരാജന് അഭിവാദ്യങ്ങൾ നേരുകയാണ്. അദ്ദേഹം ഭംഗിയായി ഇനി എഴുതട്ടെ, മറ്റ് കാര്യങ്ങൾ കൂടി പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ. പി ജയരാജന് ഇന്നത്തെ കമ്പോളത്തിൽ മാർക്കറ്റ് കൂടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ